സോ ഗായ്സ്, ദിസ് ഈസ് മൈ 13th ഡേ. അങ്ങനെ രാവിലെ തന്നെ പണിയെടുക്കാന്ന് ഓർത്ത്. മെയ് ദിനമൊക്കെ അല്ലേ. ദോശ കഴിഞ്ഞപ്പോൾ നേരെ കഞ്ഞടപ്പത്തിട്ട് അത് കഴിഞ്ഞ് കൊച്ചിന് സ്മൂത്തി അടിക്കണേന്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കനും ദോശയായിരുന്നു. ഫുഡ് അടി കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ പണി തുടങ്ങി. വീടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാന്ന് ഓർത്ത്. ഉച്ചക്ക് ചൂട് വരുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മോരും വെള്ളം കുടിച്ച്. 4 മണിയായപ്പോൾ ജിമ്മിൽ പോകാൻ റെഡിയായി നിന്ന് എന്നെ വിളിച്ചോണ്ട് വർക്കിന് പോണേണ്. എന്താവോ എന്തോ കണ്ടറിയാം. ഞാൻ ഈ ഗോഡൗണിലാണ് നമുക്കിന്ന് വർക്ക്. എന്തോരം വണ്ടി നടക്കണ സീൻ സ്ഥലം. അസിസ്റ്റന്റ്, ക്യാമറാമാൻ, മെയിൻ, ഡ്രോണൊക്കെ പരത്തും. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ സമീപിച്ചാൽ മതി. നമ്മൾ ഡ്രോൺ വീഡിയോ, അല്ലാത്ത വീഡിയോ, അറിയാത്ത എല്ലാ വീഡിയോയും ചെയ്ത് തരുന്നതായിരിക്കും. ഓ മൈ ഗോഡ്, മുടി പറക്കുന്നു. പിടിച്ചോ ജസ്റ്റ് മിസ്. ഇതന്നെ കൊന്നാനെങ്ങേരി. സത്യം പറയടോ, കാറ്റ് തരാനല്ലല്ലോ താൻ ഇത് വെച്ചിട്ട് തന്നെ കൊല്ലാനുള്ള പരിപാടി ആയിരുന്നില്ലേ. ഞാൻ പറയാം എൻ്റെ ഫോളോവേഴ്സിനോട്, ഇയാള് കാരണമാണ് ഞാൻ ഇന്ന് ജിമ്മിൽ പോകാൻ. പക്ഷെ പകരം ഞാൻ ഇവിടെ നടക്കുന്നുണ്ട്. എൻ്റെ സ്റ്റെപ്സിന്റെ കൗണ്ട് ഞാൻ ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. ഞാൻ 4 മണിക്ക് കറക്റ്റ് ജിമ്മിൽ പോകാനായിട്ട് ജിം വേറിട്ട് നിന്നപ്പോൾ ഇയാൾ എന്നെ വിളിച്ചിട്ട് വർക്കിന് കൊണ്ടുവന്നാണ് ഗൈസ്. അതുകൊണ്ടാണ് സംഭവിച്ചത്. അല്ലാണ്ട് ഞാനിന്ന് ജിമ്മിൽ പോകണമെന്ന് ശരിക്കും വിചാരിച്ചതാണ്. ആ ടാങ്കർ ലോറി 2 എടുത്ത് കയ്യിലെടുത്ത് അങ്ങോട്ട് അമ്മാനമാടും. പറ്റില്ല, കണ്ണിലേക്ക് നോക്കരുത് എന്നാണ് പറയണത്. അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല. പക്ഷെ ഇതിനി ഇപ്പോൾ ഇവിടെ തന്നെ വന്നിട്ട് ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ട് ഇങ്ങനെ കൊടയേണ്ട ആവശ്യം എന്താണ്? ഞാൻ നോക്കണില്ല. അങ്ങനെ അവിടുത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വിട്ട്. ഇന്ന് വൈകിട്ട് മൂത്തൂന്ന് തൊടാൻ വന്നിരുന്നൊരു ഫ്രണ്ടിൻ്റെ റിസപ്ഷൻ ഉണ്ട്. അവിടെ എന്തായാലും എത്തണം. അവിടെ നിന്ന് തിരിച്ചു പോകണ വഴിക്ക് ഇവിടെ എന്തോ സീൻ നടക്കണ്ടായി. ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല, വേഗം വിട്ട്. അങ്ങനെ നല്ലൊരു ഡിന്നറും പെരുക്കി നേരെ വീട്ടിലേക്ക്.